2008 ലോകം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലമർന്നപ്പോൾ നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ അഹമ്മദാബാദിനും തലസ്ഥാനമായ ഗാന്ധിനഗറിനുമിടയിൽ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റി അഥവാ ഗിഫ്റ്റ് സിറ്റി. നിലവിലെ ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനങ്ങളായ ദുബായ്, സിംഗപ്പൂർ, ലണ്ടൻ എന്നിവയെ വെല്ലുന്ന ഒരു ധനകാര്യ സേവന കേന്ദ്രമായി ഗിഫ്റ്റ് സിറ്റിയെ മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്താണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഗിഫ്റ്റ് സിറ്റി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ? അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് സിറ്റി നേരിടുന്ന കടമ്പകൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു വേദിക് IAS അക്കാഡമി. ലോകത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പ് ഹബ്ബായിട്ടാണല്ലോ ഇന്ത്യ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിക്ക സ്റ്റാർട്ടപ്പുകളുടെയും മാതൃസ്ഥാപനങ്ങൾ ദുബായിലും സിംഗപ്പൂരിലുമായി ആണ് രൂപീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അവരുടെ മാതൃസ്ഥാപനങ്ങൾ ദുബായിലും സിംഗപ്പൂരിലും രൂപീകരിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ വളരെ കുറവാണ്. ഉദാഹരണത്തിന് ദുബായിലെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 0%. സിംഗപ്പൂരിൽ ഇത് 17%, മലേഷ്യയിൽ ഇത് 3%. എന്നാൽ ഇന്ത്യയിലാകട്ടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 25%. അതിനാൽ തന്നെ ലാഭവിഹിതത്തിന് മുകളിൽ ചുമത്തുന്ന കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ആണ് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്ന ആശയം അവലംബിക്കുന്നത്. അതായത് അവരുടെ പ്രവർത്തന മേഖല ഇന്ത്യയിലാണെങ്കിലും മാതൃസ്ഥാപനം ടാക്സ് ഹേവൻസ് എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് നിരക്ക് വളരെ കുറവായിട്ടുള്ള ദുബായ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ രൂപീകരിക്കും. ഇനി എങ്ങനെയാണ് ഗിഫ്റ്റ് സിറ്റിക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? കേന്ദ്ര സർക്കാർ ഗിഫ്റ്റ് സിറ്റിയിൽ രൂപീകരിക്കുന്ന കമ്പനികൾക്ക് അടുത്ത 15 വർഷത്തേക്ക് പൂർണ്ണമായിട്ടുള്ള നികുതി ഇളവാണ് നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് അടുത്ത 15 വർഷത്തേക്ക് അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് നിരക്ക് 0% മാറുന്നു. ഇതുവഴി സ്റ്റാർട്ടപ്പുകൾക്ക് മറ്റുള്ള ടാക്സ് ഹേവനുകളിൽ പോയി മാതൃസ്ഥാപനം രൂപീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗിഫ്റ്റ് സിറ്റിയിൽ തന്നെ മാതൃസ്ഥാപനങ്ങൾ രൂപീകരിച്ച് കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുകയും നികുതി ഇളവുകൾ നേടിയെടുക്കാനും സാധിക്കുന്നു. ഇതുവഴി നേരിട്ടും അല്ലാതെയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മികച്ച ധനകാര്യ സേവന കേന്ദ്രമായി ഗിഫ്റ്റ് സിറ്റി ഭാവിയിൽ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ നേടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഭൗതിക സ്വത്തവകാശം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഇന്ത്യയിൽ ഭൗതിക സ്വത്തവകാശം അഥവാ പേറ്റൻറ്റുകൾ, ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ക്ലേശകരവും കാലതാമസവും എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതാണ്ട് 3 മുതൽ 6 വർഷം വരെ സമയമെടുക്കുന്നു. എന്നാൽ സിംഗപ്പൂരിൽ കാലതാമസമില്ലാതെ തന്നെ വളരെ ലളിതമായി 3 മുതൽ 4 മാസത്തിനകത്ത് തന്നെ തങ്ങളുടെ ഭൗതിക സ്വത്തവകാശം രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കുന്നു. കൂടാതെ ഇന്ത്യയിലെ കോടതി വ്യവഹാരങ്ങളും ഇത്തരത്തിൽ കാലതാമസമെടുക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് ഗിഫ്റ്റ് സിറ്റി ഒരു അനുഗ്രഹമാവുന്നത്? ഗിഫ്റ്റ് സിറ്റിയിൽ രൂപീകരിക്കുന്ന കമ്പനികൾക്ക് വളരെ ലളിതമായ പ്രക്രിയയിലൂടെ കാലതാമസമില്ലാതെ തന്നെ 3 മുതൽ 4 മാസത്തിനകത്ത് തന്നെ തങ്ങളുടെ ഭൗതിക സ്വത്തവകാശം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ആർബിട്രേഷൻ സെൻറ്റർ സമയബന്ധിതമായി വ്യവഹാരം പൂർത്തീകരിക്കാനും സഹായിക്കുന്നു. ഇതുവഴി കൂടുതൽ കമ്പനികളെ ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിപ്പിക്കാനാണ് ഗിഫ്റ്റ് സിറ്റി ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ കമ്പനികളാവട്ടെ സ്റ്റാർട്ടപ്പുകളാവട്ടെ വിദേശത്ത് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കണമെങ്കിൽ ഡോളർ അടിസ്ഥാനത്തിൽ പണം സ്വരൂപിക്കേണ്ടത് അത്യാവശ്യമാണ്. നേരിട്ടുള്ള ലിസ്റ്റിംഗ് നിലവിൽ സാധ്യമല്ലാത്തതുകൊണ്ട് ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെയാണ് നിലവിൽ ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ആശ്രയിക്കുന്നത്. ഇത് വളരെ ക്ലേശകരവും
കാലതാമസമെടുക്കുന്നതുമായിട്ടുള്ള പ്രക്രിയയാണ്. എന്നാൽ എങ്ങനെയാണ് ഗിഫ്റ്റ് സിറ്റി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്? ഗിഫ്റ്റ് സിറ്റിയിൽ രൂപീകരിക്കുന്ന അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളാവട്ടെ വിദേശ കമ്പനികളാവട്ടെ നേരിട്ടുള്ള ലിസ്റ്റിംഗ് സാധ്യമാക്കുക വഴി ഡോളറിൽ തന്നെ പണം സ്വരൂപിക്കാൻ സാധിക്കുന്നു. ഇന്ത്യൻ ബാങ്കുകൾക്കും ഗിഫ്റ്റ് സിറ്റി ഒരു അനുഗ്രഹമാണ്. നിലവിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് ഡോളർ അടിസ്ഥാനത്തിൽ ലോൺ നൽകണമെങ്കിൽ അമേരിക്കയിൽ ശാഖകൾ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യതയാണ് ബാങ്കുകൾക്ക് മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ ഗിഫ്റ്റ് സിറ്റി എങ്ങനെയാണ് ഇന്ത്യൻ ബാങ്കുകൾക്ക് ഒരു അനുഗ്രഹമാവുന്നത്? ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻ്റർനാഷണൽ ബാങ്കിംഗ് യൂണിറ്റ് എന്ന പ്രത്യേക സാമ്പത്തിക മേഖലയിൽ തങ്ങളുടെ ശാഖ തുറക്കുക വഴി ഡോളർ നിരക്കിൽ തന്നെ ഇന്ത്യൻ കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ബാങ്കുകൾക്ക് ലോൺ നൽകാൻ സാധിക്കും. ഇത്തരത്തിൽ ഭീമമായ ഒരു തുക ഗിഫ്റ്റ് സിറ്റി വഴി ഇന്ത്യൻ ബാങ്കുകൾക്ക് ലാഭിക്കാൻ സാധിക്കും. കൂടാതെ ബാങ്കുകളുടെ ഒരു സേവന മേഖല കേന്ദ്രമായി ഗിഫ്റ്റ് സിറ്റി മാറാനും ഇതുവഴി സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതി ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും സാധിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഗിഫ്റ്റ് സിറ്റി ലോകത്തെ ഒരു മികച്ച ധനകാര്യ സേവന കേന്ദ്രമായി മാറുകയുള്ളൂ.